എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു. 13 ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് കുറച്ച് വയ്യാണ്ടായി, തല താത്തി ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ക്ലാസ് കുറച്ച് നിർത്തി വെക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എന്നും 13ാമത്തെ ക്ലാസ്സിൻ്റെ താഴെ ഒത്തിരി പേര് കമൻ്റ് അയച്ചിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇതാണ് കാരണം, കുറച്ച് വയ്യാണ്ടായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ 14, 15, 16 3 സ്റ്റിച്ചസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഫെദർ സ്റ്റിച്ച്. ഇത് നമ്മുടെ 14ാമത്തെ സ്റ്റിച്ചാണ്. നമ്മൾ ഇലകൾക്കും ചില്ലകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന സ്റ്റിച്ചാണ്. ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂചിയിൽ 3 ഇഴ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇതുവരെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ 3 ഇഴ നൂല് കോർത്ത് അടിയിൽ കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ലൈനിലേക്ക് ഇതേപോലെ സൂചി പൊക്കിയെടുത്തതിന് ശേഷം ആ ലൈനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതേപോലെ സൂചി കുത്തിയിട്ട് ചെരിച്ചിട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ലൈനിലേക്ക് ചെരിച്ചിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ ചെരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ത്രെഡ് സൂചിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് വലിച്ചെടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ ചെയിൻ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്തത്. ഇത് നമ്മൾ ലെഫ്റ്റും റൈറ്റും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ചില്ലകൾ ചെയ്യാൻ വേണ്ടിയിട്ടും ശാഖകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. പിന്നെ നിങ്ങൾ ഇതേപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ വലിക്കാൻ വേണ്ടി പാടില്ല. ഓവർ വലിച്ചു കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ ഷേപ്പും നമ്മളെ സ്റ്റിച്ചിൻ്റെ ഷേപ്പും ഒക്കെ മാറിപ്പോകും. അപ്പോൾ ഓവർ വലിക്കരുത്. ചെറിയ രീതിയിൽ ഒരു ടൈറ്റ് മാത്രം കൊടുക്കുക കേട്ടോ. ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതേപോലെ കുറച്ച് വിട്ടിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ചരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു എൻഡ് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫെദർ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ 13 ക്ലാസ് ഇതുപോലെ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്. അതായത് ഒട്ടും ഹാൻഡ് എംബ്രോയിഡറി അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ബോർഡിൽ ലൈൻ വരച്ചിട്ട് ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിസൈൻ വേറൊരു മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ കൂടി നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയുക ഈ ഒരു വീഡിയോ മുതൽക്ക്, അത് ഈ ഒരു 14ാമത്തെ വീഡിയോ മുതൽക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡിസൈൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് കാണിച്ച് തരുന്നില്ല. കാരണം ഓൾറെഡി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് നന്നായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 സ്റ്റിച്ചസ് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെറുതെ കണ്ട സ്റ്റിച്ച് തന്നെ ഇങ്ങനെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അതൊരു ഡിസൈനായിട്ട് വരുമ്പോൾ ചെയ്യാമെന്ന് അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ക്ലാസ്സിൽ അത് ചെയ്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 സ്റ്റിച്ച് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അതായത് നമ്മൾ ഇത്രയും ദിവസം 13 സ്റ്റിച്ച് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 14ാമത്തെ സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. അപ്പോൾ നമ്മളത് ഫുള്ള് ഇതേപോലെ ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴോട്ടേക്ക് സൂചി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ താഴോട്ട് എടുക്കുക. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ 14ാമത്തെ സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 15ാമത്തെ സ്റ്റിച്ചാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൈ സ്റ്റിച്ച്. ഇതും വന്നിട്ട് ഒരു ഔട്ടർ ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. ഇതും നമുക്ക് എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടൊരു സ്റ്റിച്ച്, സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളും കാര്യങ്ങളും ഇപ്പോൾ ഒത്തിരി ആളുകൾ വെഡ്ഡിങ് ഹൂപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സൂചിയിൽ 3 ഇഴ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ലൈനാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലൂടെ ഒരു ലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം, സെൻറ്റർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ലൈൻ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ലൈനിലൂടെ സൂചി താഴെ നിന്ന് മുകളിലേക്ക് എടുത്തു. സെയിം അതിന് പാരലായിട്ട് മറ്റേ ലൈനിൽ നിങ്ങൾ സൂചി കുത്തി കൊടുത്തിട്ട് ഈ ത്രെഡ് വല്ലാതെ വലിക്കരുത്. ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ സൂചി കുത്തിയിട്ടെടുക്കുക. ഒരു വി ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വി ഷേപ്പ്. എന്നിട്ട് നിങ്ങൾ താഴോട്ടേക്ക്, അതായത് സെൻറ്ററിൽ വരുന്ന ആ ത്രെഡ് താഴോട്ടേക്ക് ഇതേപോലെ എടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഇതേ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ
ഒരു ലൈനിൽ എടുക്കുന്നു, അതേ ലൈനിൻ്റെ പാരലായിട്ട് മറ്റേ ലൈനിൽ കുത്തി കൊടുക്കുന്നു. എന്നിട്ട് ത്രെഡ് കുറച്ച് ലൂസാക്കി വിട്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ സൂചി കുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതേ പോയിന്റിൽ സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് ഇതേപോലെ ഇറക്കി കൊടുക്കുന്നു. ഇതേ മെത്തേഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് വി പോലെ ആയിരിക്കണം. അതായത് സ്ട്രെയിറ്റ് ആയിട്ടല്ല വരേണ്ടത്, ഒരു വി ഷേപ്പ് പോലെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡിസൈൻ, അതായത് സാധാരണ നമ്മളെപ്പോഴും റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും അങ്ങനത്തെയൊക്കെയാണല്ലോ നമ്മളെപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റിച്ച് കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ 15ാമത്തെ സ്റ്റിച്ചാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള 15 സ്റ്റിച്ചസ്, ഔട്ട്ലൈൻ സ്റ്റിച്ചസ് നമ്മളിപ്പോൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുതൽക്ക് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് നമുക്ക് ഫ്ലവർ, ഫ്രഞ്ച് നോട്ട്, ലീഫ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനോടകം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒത്തിരി പേര് നമുക്കിതേപോലെ ഓരോരോ ഡിസൈൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ നമ്മൾ ആ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസാണ് പറഞ്ഞത്, അതായത് 3 വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിച്ചസാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ ആ ഫോട്ടോസ് വരുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഫോട്ടോസ് ഉൾപ്പെടുത്താതെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഹൈലൈറ്റ് ആക്കിയിട്ട് വെക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ റീൽസായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അയച്ചുന്ന ഫോട്ടോസൊക്കെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ 3 സ്റ്റിച്ചസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഫോട്ടോസ് ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന അവസാനത്തെ സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ലൈൻസ് വരച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ലീഫൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു ലൈനിന് സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിന് നേരെ പാരലായിട്ട് ആ ലൈന് സൂചി താഴോട്ടേക്ക് ഇറക്കുക. എന്നിട്ട് ഇനി അടുത്തത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് തൊട്ടടുത്തായിട്ട്, അതായത് ഗ്യാപ്പുകളില്ലാതെ, അതായത് അടുത്തടുത്ത് നമുക്ക് ഒട്ടും തുണീൻ്റെ ഗ്യാപ്പ് കാണാതെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. തുണീൻ്റെ ഗ്യാപ്പ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല വൃത്തിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ 3 ഇഴ നൂലാണ് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 ഇഴ നൂല് ഒന്നിച്ചിട്ട് തന്നെ താഴത്തേക്ക് വരണം. ചിലപ്പോൾ ഒരു നൂലൊക്കെ ചിലപ്പം ചെറിയ രീതിയിലൊക്കെ പൊങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭംഗി അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ത്രെഡ് നമ്മൾ താഴോട്ടേക്ക് ഇറക്കുമ്പോൾ നൂല് പൊങ്ങി ഒന്നും നിൽക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം പറ്റുന്ന രീതിയിൽ അടുത്തടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഞാൻ വിഷുവിന് മുന്നേ ആയിട്ട് കണിക്കൊന്ന ചെയ്യുന്നൊരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കണിക്കൊന്ന ചെയ്ത് വെച്ചത്, അതായത് കണിക്കൊന്നൻ്റെ ആ പൂവുണ്ടല്ലോ, മഞ്ഞ കളറിലുള്ള പൂ, ആ പൂവ് നമ്മൾ ചെയ്തത് സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മോട്ടിഫിൽ എങ്ങനെയാണെന്നുള്ളത്, അതായത് ഡിസൈനിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് നമ്മൾ കുറച്ച് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സൂചി ഒന്ന് അതിൻ്റെ ഇടയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ത്രെഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും കൂടി ചെയ്യണത് ഈ സ്റ്റിച്ചിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. നമ്മളിന്ന് 3 സ്റ്റിച്ചസ് പരിചയപ്പെട്ടു. ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് ഫ്ലദർ സ്റ്റിച്ചായിരുന്നു. രണ്ടാമത് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് പരിചയപ്പെട്ടു. മൂന്നാമതായിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് 3 സ്റ്റിച്ചസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.
ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.